ഹായ് ഹലോ ടെക് ടിപ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുകയെന്ന് വിചാരിക്കണോ. നമ്മുടെ ഈ ഒരു ചാനലിൽ ഒത്തിരി ഫുൾ ടൈം ജോബ്സിൻ്റെ വാക്കൻസീസ് ആണ് നമ്മൾ പരിചയപ്പെടുത്താറുള്ളത്. അത് കുറേ ആൾക്കാർക്ക് യൂസ്ഫുൾ ആവുന്നുണ്ട്. കുറേ ആൾക്കാർ പല പല വാക്കൻസീസിനെ കുറിച്ചിട്ട് ചോദിക്കാറുണ്ട് കമൻറ്റ് ത്രൂ ഒക്കെ. അപ്പോൾ നമ്മൾ സെർച്ച് ചെയ്തിട്ട് അതിനനുസരിച്ചിട്ടുള്ള വീഡിയോസ് ആയിട്ട് ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ വന്നിരിക്കുന്നത് മാനേജ്മെൻറ്റ് ട്രെയിനി, അതുപോലെ തന്നെ ജൂനിയർ എക്സിക്യൂട്ടീവ്, ജൂനിയർ അസിസ്റ്റൻറ്റ് പോസ്റ്റുകളിലേക്കുള്ള വാക്കൻസീസ് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. ഗവൺമെൻറ് ജോബാണ്. കോട്ടൺ കോർപ്പറേഷനിൽ വന്നിരിക്കുന്ന ഒഴിവുകളാണ്. ഫ്രഷേഴ്സിന് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ഇതുപോലത്തെ ജോബ് നോക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ഫുള്ളായിട്ട് കണ്ടതിന് ശേഷം വീഡിയോൻ്റെ അകത്ത് മെൻഷൻ ചെയ്തിട്ടുണ്ട് എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്നുള്ളത്. അതുപോലെ അപ്ലൈ ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്കൊട്ട് സമയം കളയേണ്ട ഇന്നത്തെ വീഡിയോയിലോട്ട് പോവാം. അതിന് മുൻപേ തന്നെ നമ്മുടെ ഈ ഒരു ചാനൽ നിങ്ങളിൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഇതുപോലത്തെ വാക്കൻസീസ് ലഭിക്കാൻ വേണ്ടിയിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തൊരു ചെറിയ ബെൽ ബട്ടൺ കൂടെ വരും. അത് ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യുമ്പോൾ ഇതുപോലെ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങളുടെ മൊബൈൽ ഫോണിൽ അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നേരെ ഇന്നത്തെ വീഡിയോയിലോട്ട് പോയാലോ. കോട്ടൺ കോർപ്പറേഷനിൽ വന്നിരിക്കുന്ന 147 ഒഴിവുകളെ കുറിച്ചിട്ട് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത്. മാനേജ്മെൻറ്റ് ട്രെയിനി, അതുപോലെ തന്നെ ജൂനിയർ അസിസ്റ്റൻറ്റ് പോസ്റ്റുകളാണ് വന്നിരിക്കുന്നത്. ഇതിൻ്റെ ഫുള്ളായിട്ടുള്ള നോട്ടിഫിക്കേഷൻ കാണാനായിട്ട് ഇവിടെ കൊടുത്തിരിക്കുന്ന ഈ ഒരു വെബ്സൈറ്റ് ജസ്റ്റ് ഗൂഗിളിൽ സെർച്ച് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ വരുന്നതായിരിക്കും. ഇവിടെ നിങ്ങൾക്ക് റൈറ്റ് സൈഡിൽ തന്നെ നോട്ടീസിൻ്റെ ഭാഗത്ത് റിക്രൂട്ട്മെൻറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു ഐക്കൺ കിടക്കുന്ന കാണാം. അവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇതുപോലെ രണ്ടെണ്ണമാണ് ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. അതിലാദ്യത്തെ ക്ലിക്ക് ഹിയർ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ഫുള്ളായിട്ടുള്ള നോട്ടിഫിക്കേഷൻ കാണാം. ഇതിൻ്റെ അഡ്വർടൈസ്മെൻറ്റ് കാണാനായിട്ട് ആ ഒരു ഫസ്റ്റത്തെ PDF ക്ലിക്ക് ചെയ്താൽ മതി. ഫുള്ളായിട്ടുള്ള നോട്ടിഫിക്കേഷൻ വായിക്കാൻ വേണ്ടിയിട്ട് രണ്ടാമത്തെ ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ആദ്യമായിട്ട് ചെയ്യുന്നവരാണെങ്കിൽ ന്യൂ രജിസ്റ്റർ എന്ന് പറഞ്ഞിട്ട് കിടക്കുന്ന കാണാം. അവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങളുടെ ഇമെയിൽ ID പാസ്വേഡും വെച്ചിട്ട് നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു യൂസർ ID കിട്ടുന്നതായിരിക്കും. അത് വെച്ചിട്ട് ലോഗിൻ ചെയ്തിട്ട് സാധാരണ പോലെ തന്നെ അപ്ലൈ ചെയ്യാവുന്നതാണ് കേട്ടോ. ഇനി ഈ ഒരു പോസ്റ്റിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസിലോട്ട് നമുക്ക് പോവാം. ഇതിൻ്റെ അകത്ത് വന്നിരിക്കുന്നത് കേന്ദ്ര ടെക്സ്റ്റൈൽസ് മന്ത്രാലയത്തിന് കീഴിലുള്ള മുംബൈയിലുള്ള കോട്ടൺ കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡിലാണ് ഈ പറഞ്ഞിരിക്കുന്ന പോസ്റ്റുകളിലേക്കുള്ള വാക്കൻസി വന്നിരിക്കുന്നത്. 147 ഒഴിവുകളാണ് പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. അതിൽ ഫസ്റ്റത്തെ ജൂനിയർ കമേഴ്ഷ്യൽ എക്സിക്യൂട്ടീവ് ഒഴിവുണ്ട് 125 എണ്ണം. ശമ്പളം വന്നിട്ട് 22,000 രൂപ മുതൽ 90,000 രൂപ വരെയാണ് ശമ്പളം. യോഗ്യത 50% മാർക്കോടെ BSc അഗ്രികൾച്ചറിൽ ഡിഗ്രി എടുത്തവരായിരിക്കണം. പിന്നെ SC/ST വിഭാഗക്കാർക്കാണെങ്കിൽ 45% മാർക്ക് മതിയാവും. ഇതുപോലെ തന്നെ ഓരോ പോസ്റ്റിലേക്കുള്ള കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഏതൊക്കെ ക്വാളിഫിക്കേഷൻ ആണെന്നുള്ളത് ഫുൾ നോട്ടിഫിക്കേഷൻ്റെ അകത്ത് നിങ്ങൾക്ക് ഇതുപോലെ ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുണ്ട്, വായിക്കാവുന്നതാണ് കേട്ടോ. പിന്നെ വന്നിരിക്കുന്നത് മാനേജ്മെൻറ്റ് ട്രെയിനി മാർക്കറ്റിംഗ് പോസ്റ്റാണ് വന്നിരിക്കുന്നത്. ഇതിൽ ബിസിനസ് മാനേജ്മെൻറ്റിൽ MBA അതല്ലെങ്കിൽ അതിനോട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഫീൽഡ് പഠിച്ചവരായിരിക്കണം. 10 ഒഴിവാണ് വന്നിരിക്കുന്നത്. 30,000 രൂപ മുതൽ 1,20,000 വരെയാണ് ഇതിൻ്റെ ശമ്പളം പറഞ്ഞിരിക്കുന്നത്. പിന്നെ വന്നിരിക്കുന്നത് മാനേജ്മെൻറ്റ് ട്രെയിനി അക്കൗണ്ട്സ് പോസ്റ്റിൽ വന്നിട്ടുണ്ട് ഒഴിവ്. സെയിം ആയിട്ടുള്ള ശമ്പളം തന്നെയാണ്. ഇതിൻ്റെ അകത്ത് CMA കഴിഞ്ഞവർക്കാണ് ഇതിന് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുക. പിന്നെ വന്നിരിക്കുന്നത് ജൂനിയർ അസിസ്റ്റൻറ്റ് കോട്ടൺ ടെസ്റ്റിംഗ് ലാബിൽ വന്നിരിക്കുന്ന ഒഴിവാണ്. 2 ഒഴിവാണ് വന്നിരിക്കുന്നത്. യോഗ്യത 50% മാർക്കോടെ ഇലക്ട്രോണിക്സ് ഇൻസ്ട്രുമെൻറ്റേഷനിൽ ഡിപ്ലോമ എടുത്തവർക്കൊക്കെ ഈ ഒരു പോസ്റ്റിന് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. ഇനി ഇതിൻ്റെ സാലറി സ്കെയിലാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഓരോരോ പോസ്റ്റിന് കിട്ടുന്ന ശമ്പളവും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിൻ്റെ ഏജ് ലിമിറ്റ് വന്നിട്ട് 30 വയസ്സിൽ കവിയാനായിട്ട് പാടില്ല. അതിനുള്ളിലുള്ളവർക്കൊക്കെ ഈ പോസ്റ്റുകളിലൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റും. ഏത് പോസ്റ്റിനാണോ അപ്ലൈ ചെയ്യേണ്ടത് അത് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻ രജിസ്റ്റർ ചെയ്യുന്ന ടൈമിൽ കിട്ടുന്നതായിരിക്കും. ആ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്താൽ മതി. ഇനി ഇതിൻ്റെ സെലക്ഷൻ പ്രൊസീജിയറിലോട്ട് വരുവാണെങ്കിൽ റിട്ടൺ എക്സാം ഉണ്ടായിരിക്കും. സാധാരണ നമ്മുടെ ഇംഗ്ലീഷ് ആപ്റ്റിറ്റ്യൂഡ്, അതുപോലെ തന്നെ ജനറൽ അവെയർനെസ്, ഇതിനൊക്കെ റിലേറ്റ് ചെയ്തിട്ടുള്ള എക്സാം ഉണ്ടായിരിക്കും. അതിൽ കിട്ടുന്ന മാർക്കിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും ബാക്കി ഇൻ്റർവ്യൂ പ്രൊസീജിയറിന് ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നത്. ഇനി ഇതിന് അപേക്ഷാ ഫീസ് ഉണ്ട് അപ്ലൈ ചെയ്യാനായിട്ട്. ഇതിന് അപ്ലൈ ചെയ്യാനായിട്ട് SC/ST വിഭാഗക്കാർക്കും അതുപോലെ തന്നെ ഭിന്നശേഷിക്കാർക്കും വിമുക്ത ഭടന്മാർക്കും 500 രൂപയാണ്. ബാക്കി എല്ലാവർക്കും 1,500 രൂപയാണ് അപ്ലിക്കേഷൻ ഫീസ് വരുന്നത്. ഇതിന് അപ്ലൈ ചെയ്യേണ്ട അവസാനത്തെ തീയതി മെയ് 24 ഇവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് മുഖേന ആദ്യം പറഞ്ഞതുപോലെ ആ ഒരു ഭാഗത്ത് നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്തിട്ട് രജിസ്റ്റർ ചെയ്ത് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ഇത് യൂസ്ഫുൾ ആയിട്ടുള്ളവർക്ക് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യുക. തീർച്ചയായിട്ടും താല്പര്യമുള്ളവർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണം. യൂസ്ഫുൾ ആയി തോന്നുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ വീഡിയോസിനായിട്ട് ബെൽ ഐക്കണിലും കൂടെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതുപോലത്തെ മറ്റൊരു ജോബിൻ്റെ വേക്കൻസിയുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.